Hey everyone, welcome back to another episode of me trying to study for my MBBS internals. ഞാൻ ചെറിയൊരു ട്രാൻസിഷൻ ചെയ്യട്ടെ. നിങ്ങൾ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ്, +1 +2 പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിലുണ്ടല്ലോ, പഠിക്കാൻ തുടങ്ങിക്കോളേ. നിങ്ങളിപ്പോൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് നല്ല വൃത്തിക്ക് പഠിച്ചോ. ഒരിക്കലും നമുക്ക് പഠിക്കാതെ എവിടെ എത്താൻ പറ്റില്ല. നമ്മൾ വിചാരിച്ചൊരു ഫ്യൂച്ചർ നമുക്ക് സെക്യൂർ ചെയ്യണമെങ്കിൽ, നമ്മൾ വിചാരിച്ചൊരു ഡ്രീം നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ പഠിത്തം തന്നെ വേണം. സോ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, 10ാം ക്ലാസ് +1 +2 പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം വൃത്തിക്ക് പഠിക്കുക. നിങ്ങൾ ഈ ആർട്സിനും സ്പോർട്സിനൊക്കെ പോയിക്കോ, അതിനൊന്നും പ്രശ്നമില്ല. അതിപ്പോൾ ഞാനും പോകലുണ്ടിനി, സബ് ജില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകലുണ്ടിനി, എല്ലാ പരിപാടിക്കും പോകലുണ്ടിനി. ബട്ട് സ്റ്റിൽ പഠിച്ചിട്ടില്ലെങ്കിലുണ്ടല്ലോ, നിങ്ങൾ വിചാരിച്ചൊരു ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റില്ല. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും പക്ഷേ അന്ന് പഠിച്ചാൽ മതിയെന്നു, അത്ര മാർക്ക് ഉണ്ടായാൽ മതിയെന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 10ൽ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് +1 നല്ല സ്ഥലത്ത് അഡ്മിഷൻ കിട്ടുള്ളൂ. +1 നല്ല സ്ഥലത്ത് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നല്ല മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻട്രൻസിന് പോകാൻ പറ്റുള്ളൂ. അത് എൻട്രൻസിന് പോകാൻ പറ്റുന്ന ഞാൻ പറയുന്നത് വെച്ചാൽ +2 പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻട്രൻസ് എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ഒരു റിപ്പീറ്റൊക്കെ അടിക്കേണ്ടി വരും ആ സമയത്ത് പഠിച്ചിട്ടില്ലെങ്കിൽ. അതുകൊണ്ടാണ് പറയുന്നത്, +2 ഒക്കെ നന്നായിട്ട് പഠിച്ചോളി, +1 നന്നായിട്ട് പഠിച്ചോളി. ഇങ്ങനെ പഠിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ഓരോ ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ അടിപൊളിയാക്കാൻ പറ്റുള്ളൂ. ഇന്ന് ഞാൻ പഠിക്കാൻ പോവാണ്, അന്നത്തെ ഫോറൻസിക്കിൻ്റെ ബാക്കി തന്നെയാണ്. ഓക്കെ, നമ്മുടെ സ്പെക്സ് വെച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് സ്റ്റഡി. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡ്രൗണിങ്. ഫ്രഷ് വാട്ടർ ഡ്രൗണിങ്ങും ഉണ്ട്, സീ വാട്ടർ ഡ്രൗണിങ്ങും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ വിചാരിക്കും സീ വാട്ടറിലാണ് കൂടുതലായിട്ട് ആൾക്കാർ വേഗം മരിക്കാമെന്ന്. അല്ല, സീ വാട്ടറിൽ കുറച്ചും കൂടെ സമയം എടുത്തിട്ട് ആൾക്കാർ മരിക്കുകയുള്ളൂ. ഫ്രഷ് വാട്ടർ ഡ്രൗണിങ്ങിലാണ് ആൾക്കാർ പെട്ടെന്ന് മരിക്കുക. ഒരു 4 to 5 minutes തന്നെ ഫ്രഷ് വാട്ടറിൽ ആൾക്കാർ മരിക്കും. ഇതെങ്ങനെ സംഭവിക്കണമെന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം, ചെറുതായിട്ടൊന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനിപ്പോൾ പഠിച്ചതുകൊണ്ട് നമ്മുടെ ബോഡി നമ്മൾ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോവുകയാണെങ്കിൽ ബോഡീൻ്റെ ഉള്ളിലേക്ക് ലങ്സിലേക്ക് വെള്ളം കയറും അല്ലേ. ലങ്സിലെ ആൽവിയോളായി ഭയങ്കര പെർമിയബിളാണ്. അപ്പോൾ ഈ പെർമിയബിൾ ആവുന്ന സമയത്ത് ആൽവിയോളയിലേക്ക് പോകുന്ന വെള്ളം എന്ത് ചെയ്യും, സർക്കുലേഷനിലേക്ക് കയറും. സർക്കുലേഷനിലേക്ക് കയറി കഴിഞ്ഞാൽ ബ്ലഡിലല്ലേ കയറുന്നത്. ബ്ലഡിൽ എന്താണുള്ളത്, RBCs. ബ്ലഡിലേക്ക് കുറേ വെള്ളം കയറുന്ന സമയത്ത് RBCs എന്ത് ചെയ്യും, റപ്ചർ ചെയ്യാൻ തുടങ്ങും. RBC റപ്ചർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ പൊട്ടാസ്യം അയോൺസ് റിലീസ് ചെയ്യും. അപ്പോൾ അവിടെ ഹൈപ്പർ കലീമിയ അല്ലെങ്കിൽ പൊട്ടാസ്യം അയോൺസ് കൂടുകയാണ് ചെയ്യുക. ഈ പൊട്ടാസ്യം അയോൺസ് എന്ത് ചെയ്യും, നമ്മൾ വെൻട്രിക്കുലർ ഫിബ്രിലേഷന് ഇതാക്കും, സ്റ്റിമുലേറ്റ് ചെയ്യും. എന്നിട്ട് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ നടന്നിട്ട് അവിടെ എന്ത് ചെയ്യും, കാർഡിയാക് ഫെയിലിയർ അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ നടക്കും. ഇങ്ങനെയാണ് ഫ്രഷ് വാട്ടറിൽ മുങ്ങുന്ന ഒരാൾ മരിക്കുന്നത്. സാധാരണ നമ്മുടെ പുഴയിലും തോടിലും കുളത്തിലൊക്കെ മുങ്ങുന്ന ആൾക്കാർ മരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൽ തന്നെ ഒരു കേസും കൂടെ ഉണ്ട്. നമ്മുടെ ബ്ലഡിലേക്ക് കുറേ വെള്ളം കയറുന്ന സമയത്ത് ഹീമോ ഡൈല്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡ് കുറേ ഡൈല്യൂട്ട് ആവും. ഇത് നമ്മുടെ ഹാർട്ടിന് ഓവർലോഡായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ വീണ്ടും ഹാർട്ടിൻ്റെ അവിടെ കാർഡിയാക് ഓവർലോഡ് ആവുന്ന സമയത്ത് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ വരും, വീണ്ടും ഹാർട്ട് ഫെയിലിയർ ആവും. ഇതാണ് നമ്മുടെ ഫ്രഷ് വാട്ടർ ഡ്രൗണിങ്ങിൻ്റെ കേസ്. ഇനി സീ വാട്ടർ ഡ്രൗണിങ് എന്നാൽ അവിടെ ഉപ്പുവെള്ളമാണ്. ഉപ്പുവെള്ളമാകുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലേക്ക് ലങ്സിലേക്ക് ഉപ്പുവെള്ളം കയറുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിലുള്ള
കുറേ RBCs ഇല്ലേ, മീൻസ് കുറേ ബ്ലഡിൽ അങ്ങോട്ടേക്ക് കയറും. ബ്ലഡിലുള്ള ഫ്ലൂയിഡ് മൊത്തം അങ്ങോട്ട് കയറും ലങ്സിലേക്ക്. ആ സമയത്ത് എന്ത് ചെയ്യും, പൾമണറി എഡിമ വരും. നമ്മുടെ ലങ്സിൽ പൾമണറി എഡിമ വരും. ഈ പൾമണറി എഡിമ വന്നിട്ട് നമുക്ക് ശ്വാസം വലിക്കാൻ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ വരും. ലൈക്ക് ആസ്ഫിക്സിയ എന്നാണ് മെയിനായിട്ട്, നമുക്ക് ശ്വാസം വലിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് മെയിനായിട്ട് മരിക്കുന്നത് കേട്ടോ. പിന്നെ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഹീമോ കോൺസെൻട്രേഷൻ, ഇപ്പോൾ നമ്മുടെ ബ്ലഡിലുള്ള ഫ്ലൂയിഡ് മൊത്തം ലങ്സിലേക്ക് പോയി. അപ്പോൾ ബ്ലഡ് മൊത്തം കോൺസെൻട്രേറ്റഡ് ആയി. അവിടെ കൂടുതൽ എന്താണുള്ളത്, കൂടുതൽ RBCs ഉണ്ട്, പിന്നെ സോഡിയം അയോൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഹൈപ്പർ നേട്രീമിയ എന്ന് പറഞ്ഞാൽ സോഡിയം അയോൺസ് കൂടുക, കാർഡിയാക് ഷോക്കിലേക്ക്, നമ്മുടെ സർക്കുലേറ്ററി ഷോക്ക്, നമ്മുടെ ബ്ലഡ് കോൺസെൻട്രേറ്റഡ് ആയി നമ്മുടെ ടിഷ്യൂസിനൊന്നും ബ്ലഡ് കിട്ടുന്നില്ലെങ്കിൽ എന്താവും, ഷോക്കിലേക്ക് പോകും. അങ്ങനെയാണ് സീ വാട്ടറിൽ ഡ്രൗൺ ചെയ്യുന്ന ഒരാൾ മരണപ്പെടുന്നത്. അപ്പോൾ ഈ 2 കേസുള്ളത്, അതിൽ ഫ്രഷ് വാട്ടറിൽ വീണ് മരിക്കുന്ന ആളാണ് പെട്ടെന്ന് മരിക്കുക എന്നാണ് ഇതിൽ കൊടുത്തത് കേട്ടോ. ഞാൻ ഈ കഥകൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കും ബാഡ് അടിക്കേണ്ട കേട്ടോ. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും മരണത്തെ ഓർമ്മ വരുന്നു, ഡെത്തിന് ഓർമ്മ വരുന്നു, ഭയങ്കര നെഗറ്റീവ് എനർജി അടിച്ചെന്നൊന്നും വിചാരിക്കേണ്ട. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണെന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ. അഥവാ നിങ്ങൾക്ക് ആർക്കും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്തോ വീഡിയോ. ഞങ്ങൾക്ക് വേറൊരു സാധനം കൂടി പറഞ്ഞുതരാം. നമ്മളിപ്പോൾ പറഞ്ഞു വെറ്റ് ഡ്രൗണിങ്, ദാറ്റ് ഈസ് ഫ്രഷ് വാട്ടർ ഡ്രൗണിങ്ങും സോൾട്ട് വാട്ടർ ഡ്രൗണിങ്. ഇനി വേറൊരു സാധനമാണ് ഡ്രൈ ഡ്രൗണിങ്. അപ്പം നമ്മൾ വിചാരിക്കും ഒരാൾ വെള്ളത്തിൽ വികാതെയാണ് ഡ്രൈ ഡ്രൗണിങ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കല്ലേ. അല്ല, ഡ്രൈ ഡ്രൗണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കയറുന്ന സമയത്ത് തന്നെ നെയ്സോഫാരിങ്സ് പറഞ്ഞാൽ നമ്മുടെ ഈ കൂടെ കയറുമ്പോൾ നെയ്സോഫാരിങ്സ് കേട്ടോ, ഉള്ളിലൂടെ കൂടി ഫാരിങ്സ് ഇല്ലേ, അപ്പം മൂക്കിലും ഫാരിങ്സ് കണക്ട് ആവുന്ന സാധനം നെയ്സോഫാരിങ്സ്. ലാരിങ്സ് പറഞ്ഞാൽ നമ്മളെ വോയിസ് ബോക്സ് ഒക്കെ അല്ലേ അവിടെ, ലാരിങ്സ്. അവിടെ എത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ ട്രക്കിലൂടെ പോയിട്ടാണ് ശരിക്കും ലങ്സിലേക്ക് എത്തുന്നത് അല്ലേ. പക്ഷെ അവിടെ തന്നെ ബ്ലോക്കായി, ലൈക്ക് നെയ്സോഫാരിങ്സിലൂടെ കയറി ലാരിങ്സിലൂടെ കയറിയിട്ട് അവിടെ ബ്ലോക്കായി. ലങ്സിലേക്ക് വെള്ളം കയറിയിട്ടില്ല. കാരണം അവിടെ ലാരഞ്ചൽ സ്പാസം വന്നു, ലാരൻസിൻ്റെ മെസ്സസ് വെള്ളം ഇങ്ങനെ സ്പാസം അടിക്കാൻ തുടങ്ങി. അവിടെ വെള്ളം സ്റ്റെക്കായി. അപ്പോൾ എന്താണ്, അവിടെ ആസ്ഫിക്സിയ അല്ലെങ്കിൽ ശ്വാസം കിട്ടാതെയാണ് അയാൾ മരിക്കുന്നത്. ഓക്കെ, ശ്വാസം കിട്ടാതെ അയാൾ മരിക്കുന്ന സമയത്ത് നമ്മൾ അതിന് ഡ്രൈ ഡ്രൗണിങ് എന്ന് പറയുന്നു. മറ്റേത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെറ്റ് ഡ്രൗണിങ്ങിൽ ലങ്സിലൂടെ വെള്ളം കയറി ബ്ലഡ് ഡൈലൂട്ടായി എന്നൊക്കെ പറഞ്ഞില്ല. പക്ഷെ ഇതൊന്നുമില്ല. വെള്ളത്തിലേക്ക് വീകുന്നു, വെള്ളം കയറുന്നു, നെയ്സോഫാരിങ്സ് ലാരിങ്സിലെത്തുന്നു, അവിടെ ലാരഞ്ചൽ സ്പാസം വരുന്നു, ആസ്ഫിക്സിയ വരുന്നു, ഡെത്ത് വരുന്നു. അതാണ് ഡ്രൈ ഡ്രൗണിങ്. ഞാൻ പറഞ്ഞു തരാനുള്ള കാര്യം എനിക്കും കൂടെ ഓർമ്മ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. കാരണം കഴിഞ്ഞ ഏതൊരു എക്സാമിന് ഡ്രൈ ഡ്രൗണിങ് ചോദിച്ചിട്ടുണ്ടേനു, എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല, എനിക്കത് ഓർമ്മ തന്നെ ഉണ്ടായില്ല. ഫോറൻസിക് കമ്മ്യൂണിറ്റിനേക്കാളും വായിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആസ്ഫിക്സൽ ഡെത്ത്. നമ്മളിപ്പം 2 out of 44 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ്. എന്തായാലും ഈ ചാപ്റ്റർ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സോ രസമുണ്ട് വായിക്കാൻ. പിന്നെ ഈ മരിക്കുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്, മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്നുള്ളൊക്കെ സംഭവം വായിക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് എന്നുള്ള നമുക്ക് ക്യൂരിയോസിറ്റി ഉള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് രസമുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. ഞാൻ ഈ ചാപ്റ്റർ പഠിക്കുന്നതിട്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, എവിടെ എത്തണമെങ്കിലും എന്ത് നേടണമെങ്കിലും നമുക്ക് പഠിച്ചേ പറ്റൂ. നമ്മളിപ്പം കളിയാക്കിയ ഒരാൾക്കാരുടെ മുന്നിൽ നമുക്ക് തലയുയർത്തി നിൽക്കണം. അവരുടെ മുന്നിലൂടെ നമുക്ക് അഹങ്കരിച്ച് നടക്കലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മളെ കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റും എന്നവർക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ പഠിക്കുക തന്നെ വേണം. പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഓൾ ദി